ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കോളിഫ്ലവർ മുറിച്ച് ചെറിയ പീസുകളാക്കി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് കുറച്ച് സമയം വയ്ക്കാം. ഇതിലുള്ള അണുക്കളെല്ലാം നശിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ആ വെള്ളം കളഞ്ഞ് വേറെ കുറച്ച് വെള്ളവും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നമ്മളത് അടപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിയുമ്പോൾ അതിൽ വരുന്ന എല്ലാ അണുക്കളും നശിച്ച് പോകും. അതിന് വേണ്ടിയാണ്. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അത് വെള്ളം വാലാൻ വേണ്ടി എടുത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് എങ്കിൽ മാത്രമാണ് എല്ലാ വെള്ളമയം മുഴുവൻ പോയി തീരണം. കുറച്ച് സമയം അങ്ങനെ ഇരിക്കണം. അപ്പോൾ നമ്മൾ അതിന് ശേഷം വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇടാം. അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി അതിലേക്കിടാം. കുറച്ച് കോൺഫ്ലെക്സ് പൊടി, അതൊരു 2-3 സ്പൂൺ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് വെള്ളവും ഒഴിച്ച് ലേശം ഉപ്പുമിട്ട് അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പുമിട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി നല്ല ഒരു കുഴമ്പ് പാകമാകണം. എന്നാൽ മാത്രമേ എല്ലാ പൊടികളും കൂടി യോജിച്ച് വരികയുള്ളൂ. അപ്പം അങ്ങനെ നന്നായിട്ട് നമ്മളത് യോജിപ്പിച്ച് പൊടികളെല്ലാം നന്നായിട്ട് ഇളക്കി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കോളിഫ്ലവർ അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി ഈ പൊടികളെല്ലാം അതിലേക്ക് യോജിച്ച് വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ആ പാത്രം കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് അത് അടച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിന് ശേഷം ഒരു പാൻ എടുത്ത് അടപ്പത്ത് വയ്ക്കുക. അത് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ പുരട്ടി വെച്ച ഈ കോളിഫ്ലവർ അതിലേക്കിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. വല്ലാണ്ട് മൊരിയരുത്, കാരണം വീണ്ടും നമ്മൾ ഇതിൻ്റെ എല്ലാ ചേരുവകളും ചേർത്ത് ഇളക്കി വരുമ്പോൾ പൊടിയാൻ സാധ്യതയുണ്ട്. അതെല്ലാം ഒത്തിരി അപ്പോഴും നമ്മൾ ഇത് ഇളക്കേണ്ടതാണ്. അതിൻ്റെ പേരിൽ നമ്മൾ വല്ലാണ്ട് ഫ്രൈ ആക്കണ്ട. നമ്മളുടെ ഓരോരുത്തരുടെയും ആവശ്യമനുസരിച്ച് അത് ഫ്രൈ ആക്കി അത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് അത് മാറ്റി വെക്കാവുന്നതാണ്. നന്നായിട്ടൊരുവിധം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിലേക്ക് ആവശ്യമുള്ള മറ്റുള്ള സാധനങ്ങളെല്ലാം നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു സവാള, ഒരു പച്ച ക്യാപ്സിക്കവും ഒരു മഞ്ഞ ക്യാപ്സിക്കവും ഒരു തക്കാളിയും 2 പച്ചമുളകും ഇത്തിരി വേപ്പിലയുമാണ് ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ സവാള അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് വേപ്പിലയും 2-3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് അതും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി അതിൻ്റെ വെള്ളമയൊക്കെ മാറി ഒന്നതായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഈ ക്യാപ്സിക്കം അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി യോജിച്ച് വരും. ഇപ്പോൾ നമ്മൾ തക്കാളി ഈ സമയത്ത് ഇടില്ല, കാരണം തക്കാളിയിൽ വെള്ളമുള്ളതുകൊണ്ട് അത് ലാസ്റ്റ് ഇടുള്ളൂ. ഇതെല്ലാം വഴറ്റി വന്നിട്ട് ഇടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് ഒന്ന് മൂടി വെച്ച് ഒരുവിധം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളിയും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ ഒന്ന് പതിയെ മൂടി വെച്ച് അതും ഒന്നങ്ങട് ഒന്ന് വാടി വരട്ടെ. വാടി വന്നു കഴിയുമ്പോൾ ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യമുള്ള ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 സ്പൂൺ മുളക് പൊടിയും, അത് നമ്മളുടെ എരിവ് ആവശ്യം പോലെ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് അത് വഴറ്റി നല്ല രീതിയിൽ പൊടികളൊക്കെ യോജിപ്പിച്ച് എല്ലാം വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ച കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി നല്ല പരമാവധി പൊടിയാതെ അത് പീസാക്കി തന്നെ ഇരിക്കുന്ന രീതിയിൽ അത് ഇളക്കി കൊടുക്കാം. ഇളക്കി നന്നായിട്ട് യോജിച്ച് വരട്ടെ. നന്നായിട്ടത് മസാലകളെല്ലാം പിടിച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഈ തക്കാളി സോസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. തക്കാളി സോസ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി നല്ല
എല്ലാ കഷ്ണങ്ങളും അതിലേക്ക് വാടി ഈ കോളിഫ്ലവറിലേക്ക് പിടിച്ചിട്ടുണ്ട്, ഗ്രേവിയൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ലൊരു ഡിഷാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു ഫുഡാണത് കേട്ടോ.